വെൽക്കം ടു our സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ 30-ഡേ ചാലഞ്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 ദിവസങ്ങൾക്കുള്ളിൽ ബേസിക് ആയിട്ട് വേണ്ടതെല്ലാം ഇംഗ്ലീഷിൽ നമ്മൾ ഉറപ്പായിട്ടും സംസാരിച്ചിരിക്കും. ഇന്ന് നമ്മുടെ 5th ഡേ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ തന്നെ എങ്ങനെ മറ്റൊരു വ്യക്തിയെ അഭിനന്ദിക്കാം എന്ന് ഇന്ന് നമുക്ക് പഠിക്കാം. അതിനു മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാ ക്ലാസ്സിലും 5 questions ഹോംവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതുക. നമ്മൾ എഴുതി പഠിക്കുമ്പോൾ ഒന്നും കൂടി ഇഫക്റ്റീവായിട്ട് പഠിക്കുവാൻ സാധിക്കും. കമന്റ് ബോക്സിൽ എഴുതിയാലും മതി. അപ്പോൾ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ആൻസർ, why is Faisal late? Why is Faisal late? Second answer, which is Rohan's favorite color? Which is Rohan's favorite color? Third answer, which is Priya's favorite dress? Which is Priya's favorite dress? Fourth answer, where is the park? Where is the park? ഇനി ലാസ്റ്റ് വൺ, where is Sita? എല്ലാ ആൻസേഴ്സും കറക്റ്റായ കിട്ടിയ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഉറപ്പായിട്ടും ഇനി വരുന്ന ക്ലാസ്സസിൽ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഇന്ന് നമ്മൾ ഈസിയായി എങ്ങനെ വേറൊരു വ്യക്തിയെ ഇംഗ്ലീഷിൽ അഭിനന്ദിക്കാമെന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. She sings sweetly. അവൾ മധുരമായി പാടും. She sings sweetly. അപ്പൊ നമ്മൾ ഈ സെന്റൻസ് നോക്കിക്കേ. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് വെച്ചു. നമ്മൾ ആരെക്കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ആ സെന്റൻസിലെ മെയിൻ ആൾ ആരാണോ ആ വ്യക്തിയാണ് സബ്ജക്റ്റ്. അവൾ മധുരമായി പാടും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ അവളെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ സെന്റൻസിന്റെ ആദ്യം ഷീ. ഇനി വേർബ് നമ്മൾ വെക്കണം. ആക്ഷനെയാണ് വേർബ് എന്ന് പറയുന്നത്. അവൾ മധുരമായി പാടും. അപ്പൊ ഇവിടെ ആക്ഷൻ എന്താ നടക്കുന്നത്? പാടും. ഷീ സിങ്സ്. സിങ് എന്ന് വെച്ചാൽ പാടുക എന്നാണ് അർത്ഥം. ഷീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് നമ്മൾ സിങ്ങിന്റെ കൂടെ ചേർക്കണം. ഷീ സിങ്സ്. ഇനി നമ്മുടെ കോംപ്ലിമെന്റ് പറയുക. നമ്മൾ ആ കുട്ടിയെ അഭിനന്ദിക്കുക. സ്വീറ്റ്ലി. ഷീ സിങ്സ് സ്വീറ്റ്ലി. അവൾ നല്ല മധുരമായി പാടും. ഷീ സിങ്സ് സ്വീറ്റ്ലി. ഇനി നമ്മൾ പറയുകയാണ് മിനി മധുരമായി പാടും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? മിനി സിങ്സ് സ്വീറ്റ്ലി. മിനി സിങ്സ് സ്വീറ്റ്ലി. ഇനി നമ്മൾ പറയുകയാണ് റോഹൻ മധുരമായി
പാടും. റോഹൻ മധുരമായി പാടും. റോഹൻ സിങ്സ് സ്വീറ്റ്ലി. അവൻ മധുരമായി പാടും. അതെങ്ങനെ പറയും? നമ്മൾ മുമ്പത്തെ ക്ലാസ്സസിൽ പഠിച്ചായിരുന്നു. അവൻ എന്ന് പറയുമ്പോൾ ഹി. അവൻ മധുരമായി പാടും. അപ്പോൾ നമ്മൾ അവനെ കുറിച്ചല്ലേ പറയുന്നത്. ആദ്യം ഹി, ഇനി അവൻ ചെയ്യുന്ന ആക്ഷൻ. ഹി സിങ്സ്. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ആക്ഷന്റെ കൂടെ ചേർക്കണം. ഹി സിങ് എന്ന് വരില്ല, ഹി സിങ്സ്. അതിനുശേഷം നമ്മുടെ കോംപ്ലിമെന്റ് പറയുക. ഹി സിങ്സ് സ്വീറ്റ്ലി. ഹി സിങ്സ് സ്വീറ്റ്ലി. ഇനി നമ്മൾ വിചാരിക്കുക, പാലക്കാടുള്ളൊരു ചേട്ടൻ പറയുകയാണ്, ഓ കുട്ടിയെ, ഞങ്ങളെല്ലാവരും കൊറള പൊട്ടി ഉറക്കെയാണ് പാടുന്നത്, ഞങ്ങൾക്ക് പതുക്കെ പാടാൻ അറിയില്ല, ഞങ്ങൾ ഉറക്കെ പാടുന്നെന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയണം കുട്ടിയെ, ഞങ്ങൾ പാടുന്നത് ഉറക്കെയാണ്. ഒരു ഏട്ടൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ സഹായിക്കും? ഞങ്ങൾ ഉറക്കെ പാടും. We sing loudly. We sing loudly. ഞങ്ങൾ എന്ന് പറയുമ്പോൾ we. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ we എന്ന് പറയുമ്പോൾ, ഞങ്ങൾ എന്ന് പറയുമ്പോൾ? അപ്പോൾ സിങ്സ് എന്ന് വരില്ല, we sing. എക്സ്ട്രാ എസിന്റെ ആവശ്യമില്ല. ഇനി കോംപ്ലിമെന്റ് പറയുക. നമുക്ക് നമ്മളെ തന്നെ കോംപ്ലിമെന്റ് പറയാലോ. ഞങ്ങൾ ഉറക്കെ പാടും. We sing loudly. ഇനി നമ്മൾ മാത്രമല്ല, അവരും ഉറക്കെ പാടും. അവരുറക്കെ പാടും എന്നെങ്ങനെ പറയും? അവരെന്ന് പറയുമ്പോൾ they sing loudly. They sing loudly. നീ ഉറക്കെ പാടും. നമ്മളൊരു കോംപ്ലിമെന്റ് പറയുകയാണ്, നീ ഉറക്കെ പാടും. നീ എന്ന് പറയുമ്പോൾ യു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നീ അഥവാ ഞാൻ എന്ന് പറയുന്ന സമയത്ത് ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയാണെങ്കിൽ സിങ് എന്നല്ല, സിങ്സ് എന്ന് പറയണം. പക്ഷെ നീ ഞാൻ എന്ന് വരുന്ന സമയത്ത് ഒരു വ്യക്തിയാണെങ്കിലും സിങ് എന്നേ പറയാം. ഇത് നമ്മൾ മനസ്സിലാക്കുക. സിങ് എന്ന് യൂസ് ചെയ്യണം. നീ ഉറക്കെ പാടും. യു സിങ് ലൗഡ്ലി. ഞാൻ ഉറക്കെ പാടും. I sing loudly. I sing loudly. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അഭിനന്ദിക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്യാൻ സാധിക്കും. She sings. He sings. We sing. They sing. You sing. I sing. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ പറയുകയാണ്, അവൾ പാട്ടുകൾ മധുരമായി പാടും. അവൾ പാട്ടുകൾ മധുരമായി പാടും. അപ്പോൾ നമ്മുടെ സെന്റൻസ് സ്ട്രക്ചർ മനസ്സിൽ വെക്കുക. എപ്പോഴും സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് ആണ് യൂഷ്വലി വരിക. അപ്പോൾ അവൾ പാട്ടുകൾ മധുരമായി പാടും. ഇതിൽ മെയിൻ നമ്മൾ ആരെ കുറിച്ചാ പറയുന്നത്? അവളെ കുറിച്ചല്ലേ.
അപ്പോൾ ആദ്യം ഷീ, സബ്ജക്റ്റ് റെഡി. അവൾ പാട്ടുകൾ മധുരമായി പാടും. ആക്ഷൻ എന്താ? പാടും. ഷീ സിങ്സ്. ഇനി ഒബ്ജക്റ്റ്. എന്താണ് അവൾ പാടുന്നത്? പാട്ടുകൾ. അപ്പോൾ നെക്സ്റ്റ് സോങ്സ് വരണം. ഷീ സിങ്സ് സോങ്സ്. ഇനി നമ്മുടെ കോംപ്ലിമെന്റ് സ്വീറ്റ്ലി. ഷീ സിങ്സ് സോങ്സ് സ്വീറ്റ്ലി. അവൾ പാട്ടുകൾ മധുരമായി പാടും. അവർ പാട്ടുകൾ മധുരമായി പാടും. അതെങ്ങനെ പറയും? They sing songs sweetly. They sing songs sweetly. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ കോംപ്ലിമെന്റ് പറയുന്നത് ഒന്നും കൂടെ ഭംഗിയാക്കുവാൻ സാധിക്കും. വേറൊരു ടിപ്പും കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു ly ആഡ് ചെയ്താൽ മതി. അവൾ മധുരമായി പാടും. ഷീ സിങ്സ്. മധുരം എന്ന് പറയുമ്പോൾ സ്വീറ്റ്, അപ്പൊ അതിനെ സ്വീറ്റ്ലി എന്ന് പറയുക. ഷീ സിങ്സ് സ്വീറ്റ്ലി. അവൾ ഉറക്കെ പാടും. ഷീ സിങ്സ്. ഉറക്കെ എന്ന് പറയുമ്പോൾ ലൗഡ്, അപ്പൊ അതിന്റെ കൂടെ ഒരു ly വെക്കുക. ഷീ സിങ്സ് ലൗഡ്ലി. അവൾ അതിമനോഹരമായി പാടും. അതിമനോഹരം എന്ന് വണ്ടർഫുൾ യൂസ് ചെയ്യാം നമുക്ക്. ഷീ സിങ്സ്. വണ്ടർഫുളിന്റെ കൂടെ ഒരു ly വെക്കുക. വണ്ടർഫുള്ളി. അപ്പോൾ നമ്മൾ കോംപ്ലിമെന്റ് പറയുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ly കോംപ്ലിമെന്റിന്റെ കൂടെ ചേർത്താൽ മതി. നെക്സ്റ്റ് നമുക്കൊരു കോംപ്ലിമെന്റ് എടുക്കാം. അവൾ രുചികരമായി പാചകം ചെയ്യും. അവൾ രുചികരമായി പാചകം ചെയ്യും. ഷീ കുക്സ് ഡിലീഷ്യസ്ലി. വെരി ഗുഡ്. ഷീ കുക്സ് ഡിലീഷ്യസ്ലി. സീത രുചികരമായി പാകം ചെയ്യും. അതെങ്ങനെ വരും? സീത കുക്സ് ഡിലീഷ്യസ്ലി. സീത കുക്സ് ഡിലീഷ്യസ്ലി. അവൻ രുചികരമായി പാചകം ചെയ്യും. അവൻ രുചികരമായി പാചകം ചെയ്യും. ആ ഒരു കോംപ്ലിമെന്റ് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഹീ കുക്സ് ഡിലീഷ്യസ്ലി. ഇനി നമ്മൾ പറയുകയാണ് ആനന്ദ് രുചികരമായി ഭക്ഷണം പാചകം ചെയ്യും. ഇവിടെ ഭക്ഷണം എന്നൊരു വാക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ്. ആനന്ദ് രുചികരമായി ഭക്ഷണം പാചകം ചെയ്യും. ഈസി ആയിട്ട് തന്നെ ഇത് ഇംഗ്ലീഷിൽ പറയാലോ. ആദ്യം സെന്റൻസിന്റെ മെയിൻ ആരാണോ ആ വ്യക്തിയെ കുറിച്ച് പറയുക. അപ്പോൾ ഈ സെന്റൻസിൽ ആനന്ദാണ്. ആനന്ദ്. ഇനി ആനന്ദ് എന്ത് ആക്ഷനാ ചെയ്യുന്നത്? പാചകം ചെയ്യുകയാണ്. നെക്സ്റ്റ് നമ്മൾ ആക്ഷൻ പറയുക. ആദ്യം വ്യക്തിയെ പറയുക, എന്നിട്ട് ആക്ഷൻ പറയുക. കുക്സ്. ആനന്ദ് കുക്സ്. ഇനി എന്ത് വസ്തുവാണ് ആ കുട്ടി കുക്ക് ചെയ്യുന്നത് അത് നമ്മൾ പറയുക. ആനന്ദ് കുക്സ് ഫുഡ്. ലാസ്റ്റ് നമ്മൾ കോംപ്ലിമെന്റ് പറയുക. ആദ്യം നമ്മൾ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ചിലപ്പോൾ അഹങ്കാരം വരും. അപ്പം അത് കാരണം ഇംഗ്ലീഷിൽ എപ്പോഴും ലാസ്റ്റ് ആണ് നമ്മൾ കോംപ്ലിമെന്റ് പറയുക. ആനന്ദ് മാത്രമല്ല, ഞങ്ങൾ ഭക്ഷണം രുചികരമായി പാചകം ചെയ്യും.
ഞങ്ങൾ ഭക്ഷണം രുചികരമായി പാചകം ചെയ്യും. അതെങ്ങനെ പറയും? We cook food deliciously. We cook food deliciously. അവർ ഭക്ഷണം രുചികരമായി പാചകം ചെയ്യും. അവർ രുചികരമായി ഭക്ഷണം പാചകം ചെയ്യും. They cook food deliciously. They cook food deliciously. നീ ഭക്ഷണം രുചികരമായി പാകം ചെയ്യും. നമ്മളൊരു കോംപ്ലിമെന്റ് പറയുകയാണ്. നീ ഭക്ഷണം രുചികരമായി പാചകം ചെയ്യും. You cook food deliciously. You cook food deliciously. ഇനി നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ നമ്മൾ പറയുകയാണ്, ഞാൻ ഭക്ഷണം രുചികരമായി പാചകം ചെയ്യും. ഞാൻ എന്ന് പറയുമ്പോൾ I cook. എന്ത്? ഫുഡ്. എങ്ങനെ? deliciously. I cook food deliciously. നമുക്ക് ഈ രീതിയിൽ നെക്സ്റ്റ് ഒരു പാറ്റേൺ നോക്കാം. അവൻ നീറ്റ്ലി എഴുതും. അവൻ നീറ്റ്ലി എഴുതും. He writes neatly. He writes neatly. അവൻ ഭംഗിയായി വരയ്ക്കും. അതെങ്ങനെ വരും? He draws beautifully. He draws beautifully. രാഹുൽ ഭംഗിയായി വരയ്ക്കും. അതെങ്ങനെ പറയും? രാഹുൽ draws beautifully. രാഹുൽ draws beautifully. അവൾ നന്നായി വരയ്ക്കും. അവൾ എന്ന് പറയുമ്പോൾ she. She draws beautifully. She draws beautifully. അവർ പിക്ചേഴ്സ് നന്നായി വരയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ പിക്ചേഴ്സ് എന്ന വാക്ക് ചേർത്തു. അവർ പിക്ചേഴ്സ് നന്നായി വരയ്ക്കും. They draw pictures beautifully. അവർ പിക്ചേഴ്സ് ഭംഗിയായി വരയ്ക്കും. They draw pictures beautifully. They draw pictures beautifully. പഠിപ്പിക്കുക എന്ന വാക്ക് ഇംഗ്ലീഷിൽ ടീച്ച് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു വ്യക്തിയാവുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ഇടണം എന്ന്. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ടീച്ചിന്റെ അവസാനം ഏതക്ഷര വരുന്നത്? എച്ച്. അങ്ങനെയുള്ള വാക്കുകളിൽ പൊതുവെ നമ്മൾ എക്സ്ട്രാ എസ് മാത്രമല്ല, ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. She teaches nicely. അവൾ നന്നായി പഠിപ്പിക്കും. റിയ നന്നായി പഠിപ്പിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? റിയ നന്നായി പഠിപ്പിക്കും. റിയ ടീച്ചസ് നൈസ്ലി. റിയ ടീച്ചസ് നൈസ്ലി. നീ നന്നായി പഠിപ്പിക്കും. നീ നന്നായി പഠിപ്പിക്കും. നീ എന്ന് പറയുമ്പോൾ യു. നമ്മൾ പഠിച്ചു യുവിൻ്റെ കൂടെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യുവിൻ്റെ കൂടെ ടീച്ച് വരുന്ന സമയത്ത്
എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ടീച്ച് നൈസ്ലി. യു ടീച്ച് നൈസ്ലി. നീ നന്നായി പഠിപ്പിക്കും. അവർ നന്നായി പഠിപ്പിക്കും. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അവർ നന്നായി പഠിപ്പിക്കും. അവരെന്ന് പറയുമ്പോൾ ദേ. ഇനി അവർ ചെയ്യുന്ന കാര്യം. ദേ ടീച്ച്. എങ്ങനെ? നൈസ്ലി. ദേ ടീച്ച് നൈസ്ലി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. എച്ച് വെച്ച് അവസാനിക്കുന്ന വേറൊരു വാക്കാണ് ഫിനിഷ്. അപ്പൊ നമുക്ക് ഫിനിഷ് വെച്ചൊരു സെന്റൻസ് ഉണ്ടാക്കാം. അവൾ പെട്ടെന്ന് തീർക്കും. അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് നമ്മൾ പറയുകയാണ്. അവൾ പെട്ടെന്ന് തീർക്കും. ഷീ. ഫിനിഷിന്റെ കൂടെ എസ് ആണോ ഇ എസ് ആണോ ചേർക്കേണ്ടത്? എച്ച് കൊണ്ട് അവസാനിക്കുന്നത് കാരണം ഇ എസ്. ഷീ ഫിനിഷസ് ക്വിക്ലി. അവൾ പെട്ടെന്ന് തീർക്കും. ഷീ ഫിനിഷസ് ക്വിക്ലി. ഇനി നമ്മൾ പറയുകയാണ് അവൾ അവളുടെ ജോലി പെട്ടെന്ന് തീർക്കും. ഷീ ഫിനിഷസ്. അവളുടെ ജോലി എന്ന് പറയുമ്പോൾ her work quickly. She finishes her work quickly. അവൾ അവളുടെ ജോലി പെട്ടെന്ന് തീർക്കും. അവൻ അവന്റെ ജോലി പെട്ടെന്ന് തീർക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? He finishes his work. അവന്റെ ജോലി എങ്ങനെ? ക്വിക്ലി. പെട്ടെന്ന് തീർക്കും. ദേവ് അവന്റെ ജോലി പെട്ടെന്ന് തീർക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദേവ് അവന്റെ ജോലി പെട്ടെന്ന് തീർക്കും. ദേവ് ഫിനിഷസ് ഹിസ് വർക്ക് ക്വിക്ലി. ദേവ് ഫിനിഷസ് ഹിസ് വർക്ക് ക്വിക്ലി. അവർ അവരുടെ ജോലികൾ പെട്ടെന്ന് തീർക്കും. അവർ അവരുടെ ജോലികൾ പെട്ടെന്ന് തീർക്കും. അവരുടെ ജോലികൾ എന്ന് വരുമ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ വരും? their works. ഒന്നിൽ കൂടുതൽ ജോലിയെ കുറിച്ച് നമ്മൾ പറയുകയല്ലേ. അപ്പോൾ വർക്ക് എന്നല്ല വർക്ക്സ് എന്ന് യൂസ് ചെയ്യണം. അവരുടെ ജോലികൾ their works. അവരുടെ പാട്ടുകൾ എന്നെങ്ങനെ പറയും? their songs. അവരുടെ പുസ്തകങ്ങൾ their books. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് അവർ അവരുടെ ജോലികൾ പെട്ടെന്ന് തീർക്കും. they finish their works quickly. They finish their works quickly. ഇനി നമ്മളൊരു കോംപ്ലിമെന്റ് ഒരു വ്യക്തിയോട് പറയുകയാണ്, നീ നിന്റെ ജോലി പെട്ടെന്ന് തീർക്കും. നീ നിന്റെ ജോലി പെട്ടെന്ന് തീർക്കും. You finish your work quickly. You finish your work quickly. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യുവാൻ സാധിക്കും. നമുക്കിനി ലാസ്റ്റ് ഒരു പാറ്റേൺ നോക്കാം. അവൾ ആത്മാർത്ഥതയോടെ പഠിക്കും. അവൾ ആത്മാർത്ഥതയോടെ പഠിക്കും. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഷീ സ്റ്റഡീസ് സിൻസിയർലി. സ്റ്റഡീസിന്റെ സ്പെല്ലിംഗ് നോക്കിക്കേ. STUDIES. ചില വാക്കുകൾ
ഇതൊരു സ്പെഷ്യൽ കേസാണ്. ചില വാക്കുകൾ നമ്മൾ ഓരോ വ്യക്തിയാവുന്ന സമയത്ത് ഇങ്ങനെയാകും വരിക. സ്റ്റഡി അവസാനിക്കുന്നത് വൈ വെച്ചിട്ടല്ലേ? പക്ഷെ വൈ വെച്ച് അവസാനിക്കുന്ന എല്ലാ വാക്കുകളും ഇങ്ങനെ വരണമെന്ന് ഇല്ല. സ്റ്റഡി ഇങ്ങനെയാണ് വരുന്നത്. അവൾ ആത്മാർത്ഥതയോടെ പഠിക്കും. ഷീ സ്റ്റഡീസ് സിൻസിയർലി. അവൾ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. അതെങ്ങനെ പറയും? അവൾ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. സെന്റൻസ് നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അവളെ കുറിച്ചല്ലേ? അപ്പോൾ ആദ്യം ഷീ, ഇനി അവൾ ചെയ്യുന്ന ആക്ഷൻ. പഠിക്കുകയാണ് ആക്ഷൻ. ഷീ സ്റ്റഡീസ് എന്ത്? ഇംഗ്ലീഷ്. എങ്ങനെ? ആത്മാർത്ഥതയോടെ, സിൻസിയർലി. ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ് സിൻസിയർലി. സുജ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. അതെങ്ങനെ പറയും? സുജ സ്റ്റഡീസ് ഇംഗ്ലീഷ് സിൻസിയർലി. സുജ സ്റ്റഡീസ് ഇംഗ്ലീഷ് സിൻസിയർലി. അവർ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. അവരെന്ന് പറയുമ്പോൾ they study English sincerely. they study കാരണം ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ചല്ലേ പറയുന്നത്, അപ്പോൾ സ്റ്റഡി യൂസ് ചെയ്യുക. they study English sincerely. അവർ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. ഞങ്ങൾ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. അതെങ്ങനെ പറയും? ഞങ്ങൾ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. We study English sincerely. We study English sincerely. ഞാൻ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. ഞാൻ ഇംഗ്ലീഷ് ആത്മാർത്ഥതയോടെ പഠിക്കും. I study English sincerely. I study English sincerely. അപ്പോൾ ആത്മാർത്ഥതയോടെ പഠിക്കുന്ന സമയത്ത് ഒരു ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈസിയായി നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെ അഭിനന്ദിക്കാം, എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ കോംപ്ലിമെന്റ്സ് നമുക്ക് പറയാമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അരുൺ സത്യസന്ധതയോടെ ജോലി ചെയ്യും. അരുൺ സത്യസന്ധതയോടെ ജോലി ചെയ്യും. അവൾ ഭംഗിയായി പാട്ടുകൾ പാടും. അവൾ ഭംഗിയായി പാട്ടുകൾ പാടും. തേർഡ് ക്വസ്റ്റ്യൻ, ഹിമ നന്നായി ഭക്ഷണം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ ഒരു കഴിവ് പറയുകയാണ്. ഹിമ നന്നായി ഭക്ഷണം ഉണ്ടാക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഷ നല്ല മനോഹരമായി നൃത്തം ചെയ്യും. നല്ല മനോഹരമായി നൃത്തം ചെയ്യും എന്ന് പറയുന്ന സമയത്ത് ഗ്രേസ്ഫുൾ എന്ന വാക്ക് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ഗ്രേസ്ഫുൾ എന്ന വാക്ക് നൃത്തത്തിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. നല്ല ഭംഗിയായി, മനോഹരമായി, ആ ഒരു അർത്ഥമാണ് വരുന്നത്. ഐഷ നല്ല മനോഹരമായി നൃത്തം ചെയ്യും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവർ
നീറ്റായി ഇംഗ്ലീഷ് എഴുതും. അവർ നീറ്റായി ഇംഗ്ലീഷ് എഴുതും. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എല്ലാവരും എഴുതുക. നോട്ട്ബുക്കിൽ എഴുതുക, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഉറപ്പായിട്ടും നമ്മളത് ചെക്ക് ചെയ്തിട്ട് അടുത്ത പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരുപാട് വ്യത്യസ്ത രീതികൾ നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ ഇത് ഉറപ്പായിട്ടും നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്യേണ്ട അവസരങ്ങൾ നമുക്ക് വരും, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമ്മളോട് ആരും പറഞ്ഞില്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരെ കോംപ്ലിമെൻ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഓൾസോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So see you in the next video. Have a nice day.